നമസ്കാരം. നമുക്ക് ഈ ആഴ്ചത്തെ വീഡിയോ പാൽക്കപ്പയും ബീഫുമാണ്. പാൽക്കപ്പയും ബീഫിന് വേണ്ടി സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. കപ്പ വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്താണ് വേവിക്കുന്നത്. ഒരു പിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനകത്ത് വേവിച്ച് മാറ്റി നമ്മളത് കുഴച്ചെടുത്തിട്ട് ശേഷം അതിനകത്തൊരു അരപ്പ് ചേർക്കാറുണ്ട്. അതിന് കൊച്ചുള്ളി, ഒരു 10 കൊച്ചുള്ളി, ഒരു 4 എരി അനുസരിച്ച് 4 പച്ചമുളക്, അതുപോലെ 2-3 വെളുത്തുള്ളി, ഇത്രയും മതി. ഒരു ശകല ഇഞ്ചി. ഇത് നമുക്ക് ചതച്ചെടുക്കണം. ഇത് ചതച്ചെടുക്കാം. മിക്സിക്കകത്ത് ഒന്ന് കറക്കി എടുത്താലും മതി, പക്ഷേ കല്ലിലടിക്കുമ്പോൾ ടേസ്റ്റ് ആണല്ലോ. ഈ ഒരു പരുവത്തിൽ അറിയാൻ പറ്റും. മാഗിയുടെ തേങ്ങാപ്പൊടിയാണ് കളിക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ തേങ്ങ എടുത്ത് പിഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആക്കാവുന്ന തേങ്ങാപ്പൊടി മേടിച്ചിരുമ്പോൾ മാഗിയുടെ പൊടി എടുത്ത് കളിക്ക് വെച്ചിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ പൊട്ടാതിരിക്കാൻ വേണ്ടി അതിന് അല്പം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പൊട്ടത്തിൽ കഴിക്കുന്നു, പിരിയാതിരിക്കും. ഓക്കെ, ഇതൊരു 1/2 ലിറ്റർ തേങ്ങാപ്പാലുണ്ട്. നമുക്ക് ഇനി കുക്കിങ് തുടങ്ങാം. അതിനുവേണ്ടി കുക്കർ 2 കൊണ്ട് അടുപ്പിൽ വെക്കാം. കപ്പയും ബീഫും അടുപ്പിൽ വെക്കാം. അതുപോലെ നമുക്ക് തേങ്ങയും വറുത്തെടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ആദ്യം കപ്പ കൊണ്ടുവെക്കാം. ഓക്കെ, കുക്കർ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഈ ആവി വന്നിട്ട് ഇതിൻ്റെ പിസിലിടുന്നതായിരിക്കും സേഫ്റ്റി. നമ്മൾ ഓരോ പിസിൽ അടുപ്പിക്കുക. ഇത് രണ്ടും കപ്പയ്ക്ക് 1 പിസിൽ മതി, ബീഫിന് 1 പിസിൽ മതി. കാരണം ഇവിടുത്തെ ബീഫ് വളരെ സോഫ്റ്റാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പോൾ ഓരോ പിസിലിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ ബീഫിനകത്ത് ഒരിക്കലും വെള്ളം ഒഴിക്കല്ല. ആ ബീഫ് അതുപോലെ വെച്ചാൽ മതി, ഇപ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളൂ. ഓക്കെ, ഇത് രണ്ടും ആകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി താമസം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നൊരു കഥ പറയാമെന്ന്. അപ്പം ഈ തേങ്ങ വറക്കുന്ന സമയത്ത് ടൈം പാസിന് വേണ്ടി നമുക്കൊരു കഥ പറയാം. കഥയെന്ന് പറഞ്ഞാൽ പണ്ട് നടന്നൊരു സംഭവം. അത് ഒത്തിരി വർഷം, 10-40 വർഷം മുമ്പ് നടന്നൊരു സ്റ്റോറിയാണ്. ഇപ്പം നമ്മൾ കപ്പയും ബീഫും എടുത്തേക്കുന്നതുകൊണ്ട് ആ സ്റ്റോറി പറയുന്നത്. കാരണം പണ്ടൊരു സംഭവം, പള്ളിയിൽ കപ്പയും കളയുന്നൊരു കഥയാണ്. എന്നുവെച്ചാൽ ഈ സത്യകർമ്മം, കുർബാന അല്ലെങ്കിൽ കർത്തൃമേശ എന്നൊക്കെ ഓരോ സഭക്കാർ ഓരോന്ന് പറയാം. അപ്പം ആ പള്ളിയിലെ സത്യകർമ്മം നടക്കുന്ന സമയത്ത് അച്ഛന് അന്ന് എടുത്തൊരു സംഭവം. കാരണം അച്ഛൻ അവിടെ നിന്നിട്ട് പ്രസംഗിച്ചപ്പം പറഞ്ഞ് യേശുക്രിസ്തു ഗലീലയിലും പാലസ്തീനിലും അങ്ങനെയുള്ള രാജ്യത്തായതുകൊണ്ടാണ് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നതാണ് വൈനും അതുപോലെ അപ്പവും. അപ്പം അച്ഛൻ ഇമാജിൻ ചെയ്തു യേശുക്രിസ്തു കേരളത്തിലായിരുന്നെങ്കിൽ, അപ്പോൾ യേശുക്രിസ്തു കേരളത്തിലായിരുന്നെങ്കിൽ നാട്ടിലുള്ള കേരളത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർ കഴിക്കുന്നതാണ് കപ്പയും കള്ളും. അപ്പം യേശുക്രിസ്തു കേരളത്തിലായിരുന്നെങ്കിൽ ഈ കുർബാനയ്ക്ക് അല്ലെങ്കിൽ സത്യകർമ്മത്തിന് കള്ളും കപ്പയും എടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ ആ സൺഡേയിൽ അച്ഛൻ കള്ളും അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സത്യകർമ്മത്തിന് നമ്മൾ എടുത്തേക്കുന്നത് കള്ളും കപ്പയാണെന്ന് പറഞ്ഞു. ഇത് പറയുകയും വിശ്വാസികളെല്ലാം കൂടെ അകലമ്പായി പ്രശ്നമായി അച്ഛനെ ഓട്ടിച്ച് അങ്ങനെ ഒരു സംഭവം 10-40 വർഷം മുമ്പ് നടന്നേ. അപ്പം
ഇങ്ങനെയുള്ള രസകരമായ പല കഥകളുമായി നമ്മൾ അടുത്ത വീഡിയോയിലും വരുന്നതായിരിക്കും. തേങ്ങ വറക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടുക്കി പിടിക്കാതിരിക്കും. തേങ്ങ നമ്മൾ ഈ ഒരു പരുവത്തിന് ഇത് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കണം. കാരണം ഇത് ഇരുന്ന് പിന്നെയും മൂക്കും. അപ്പം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 4 സ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്ത് തന്നെ ഇടുക. കറി വെക്കുമ്പോൾ മറ്റിടുമ്പോൾ മല്ലിപ്പൊടി ഇടത്തില്ല. ഇത് ഈ ഗ്രേവിക്കകത്ത് തന്നെ മല്ലിപ്പൊടി മൊത്തം ഇടുന്നു. നമുക്ക് തേങ്ങ കോരി വെക്കാം. തേങ്ങ വറക്കുമ്പോൾ ഒരു 90% ആകുമ്പോൾ ഇങ്ങനെ കോരി എടുത്തോണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം ഇരുന്ന് പിന്നെ ഇത് കളർ മാറും. ഓക്കെ, നമുക്ക് ഇറച്ചിയുടെ കറി വെക്കാൻ തുടങ്ങാം. അതിനകത്ത് തേങ്ങാക്കൊത്ത് ആദ്യം ഇടാം. ഓക്കെ, നമുക്ക് ഇച്ചിരി മഞ്ഞൾ, ഓക്കെ. തേങ്ങ വറുത്തു എന്നറിഞ്ഞ് തേങ്ങ പാകമായെന്നറിയാൻ വേണ്ടി ഇതുപോലെ പൊട്ടൽ വരുമ്പോൾ ഓർത്തോണം തേങ്ങ പാകമായെന്ന്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ പത എന്തുകൊണ്ടാണ് വന്നത്? അതെ, ഈ പത എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തൊരു സാധനം ചേർത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ച് പറയുന്നവർക്ക്, കറക്റ്റായിട്ട് പറയുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എന്ത് ചേർത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്? സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ്. ഓക്കെ, നമ്മുടെ സവോള ഇപ്പോൾ ഒരു 3/4 വയസ്സായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ടൊമാറ്റോ ഓപ്ഷനില്ല. ബീഫ് കറിക്ക് ടൊമാറ്റോ ചേർക്കണം വേണ്ടായോ എന്ന് ശ്രദ്ധിക്കുന്നു. കാരണം ചെറുത് ചേർക്കാറില്ല, ചെറുത് ചേർക്കും. കാരണം ഇത് ഗ്രേവി നല്ല തിക്കാകാനായിട്ട് ഇത് ടൊമാറ്റോ ചേർക്കുന്നില്ല. ഇതിന് അധികം പുളിയില്ലാത്ത ടൊമാറ്റോ ആണ്ട് 2 എണ്ണം വെച്ചേക്കുന്നു.
നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി നമ്മൾ തേങ്ങയ്ക്കകത്ത് അരച്ചേക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നില്ല. ബാക്കി മീറ്റ് മസാല, മുളക് പൊടി, ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക്. മസാല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇറച്ചിക്കകത്ത് സ്റ്റോക്ക് ഒഴിക്കും. പ്രത്യേകം ഇറച്ചി വേവിക്കുമ്പം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കല്. ഇതുണ്ടോ ഇറച്ചിക്കകത്ത് വെള്ളം ഇറങ്ങിയേക്കുന്നതുണ്ട്. ഓക്കെ, ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഇട്ടത് നമ്മൾ തിളച്ച് നല്ല എണ്ണ തിളങ്ങി ഇതിനകത്തോട്ട് നമുക്ക് ബീഫ് ഇടാം. കപ്പയുടെ പണി തുടങ്ങാം. കപ്പ ഉണ്ട്, കപ്പ വെന്തിരിക്കുകയാണ്. കപ്പ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് ഉള്ളി, വെച്ചുള്ളി, 2 പച്ചമുളക്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ, ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ അരപ്പ്, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ബീഫിനകത്ത് സീക്രട്ട് ഗ്രേവി ചേർക്കാൻ പോകുന്നു. ഓക്കെ, നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി. കണ്ടോ, ഈ ഒരു ഇതിൽ നിൽക്കണം. പാൽക്കപ്പ റെഡി, ബീഫ് റെഡി. ബീഫ് ഇതുപോലെ നല്ല തിക്ക് ഗ്രേവിയിൽ നിൽക്കും. അപ്പം ബീഫ് റെഡി, നമ്മുടെ കപ്പ റെഡി. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകാം നമുക്ക്. ഓക്കെ, നമ്മുടെ പാൽക്കപ്പ റെഡിയായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൽ മതി, നമ്മൾ വിളിക്കാവുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിപ്പം ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
അടിപൊളി, കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് മസാല, നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബർ ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. ബൈ.